ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇതുപോലെ കുറുകിയ ചോറോട് കൂടിയുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ എന്തായാലും മുട്ടക്കറി ഉണ്ടാവൂലേ? ചപ്പാത്തിയിൽക്കായാലും നൂൽപുട്ടിൽക്കായാലും അങ്ങനെ എന്തിൽക്കായാലും ഒരുപോലെ പോണൊരു കറിയാണ് മുട്ടക്കറി. അപ്പം നല്ല ക്രീമി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ മതി, അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട. അപ്പോൾ പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ മുട്ടയും പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് കാരണം അതൊന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ഉള്ള സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ചില മക്കളൊക്കെ ഉണ്ട്, നമ്മൾ കറിയിൽ സബോളയും തക്കാളിയൊക്കെ കണ്ടാൽ അവരത് കഴിക്കാൻ കൂട്ടാക്കില്ല. അവർ അതിൻ്റെ ഒരു കുറച്ച് ചാറ് മാത്രം എടുത്തിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ആ മക്കളെ കൊണ്ടൊക്കെ നമുക്ക് എല്ലാം കൂടി കഴിപ്പിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ മല്ലിയിലയും പിന്നെ അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും മാത്രം നമുക്ക് കാണാനുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് അതിനെ കറി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ? അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 സബോള എടുത്തിട്ടുണ്ട്, 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയൊക്കെ മതി കേട്ടോ. പിന്നെ മസാലപ്പൊടികൾ നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ 4 കോഴിമുട്ടയാണ് ഞാൻ പുഴുങ്ങാൻ ഇടുന്നത്. അപ്പോൾ 4 കോഴിമുട്ടയും ഈ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ അത് സബോള അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞെടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്, ചതച്ചെടുത്തിട്ടില്ല. അപ്പോഴത്തേനും ഉരുളക്കിഴങ്ങും പിന്നെ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് നാളികേരപ്പാൽ, തേങ്ങാപ്പാൽ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് പാലും കൂടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതും കൂടി ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിയായ കാരണമാണ് 2 സബോള എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ. ഇത് വെച്ചിട്ട് എൻ്റെ ഒരു 4-5 ആൾക്കാർക്ക് കൂട്ടാനുള്ള കറി ഉണ്ടാവും. അപ്പോൾ സബോള ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി വേണ്ടി വരുമൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സബോളയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2-3 സെക്കൻഡ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരും. അത് നന്നായി വാടി കുഴഞ്ഞ് വരുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നാൽ മതി. അപ്പോൾ ഒരു സമയത്ത് ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ പെരിഞ്ചീരകം, അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മുന്നേ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങിയിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ സബോളയുടെയും പിന്നെ അതുപോലെ ആ ഒരു ഗ്രാമ്പു, പട്ട, ഏലക്ക അതിൻ്റെ കൂടിയാകുമ്പോൾ ഒരു മണം വന്നു തുടങ്ങിയിട്ടാണ്. ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴത്തേനും തക്കാളിയും സബോളയും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ആയി വരും. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുന്നേ നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. ഈ കറിയിൽ ഞാൻ കുരുമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് കുരുമുളകൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളകും പിന്നെ കുറച്ച് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ അളവുകളൊന്നും പറയാത്തത്, നമുക്ക് ഒരേ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ കറികൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ എത്ര വേണ്ടതെന്ന് അറിയാമല്ലോ. നമ്മൾ മുട്ടക്കറിക്ക് എടുക്കൂല, അത്ര അനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇത് നന്നായി ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കുറുകിയത് വേണമെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്തോളൂ. വലുതൊക്കെ ആണെങ്കിൽ 1 എണ്ണം മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുറുകിയൊരു ചാറാണല്ലോ വേണ്ടത്, അപ്പോൾ അത് കാരണമാണ് ഈ 2 എണ്ണം ഇട്ട് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു മസാല ഒക്കെ അതിൽ പിടിക്കണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് എന്തായാലും അരച്ചെടുക്കുമ്പോൾ വെള്ളം വേണം. അപ്പോൾ ഇതിലിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മസാലയും വെള്ളം എല്ലാം കൂടിയിട്ടൊന്ന് സെറ്റായി വരും. അപ്പോൾ ഇനി ഒന്ന് തള വന്നാൽ മതി കേട്ടോ. ഇനി നന്നായി തിളപ്പിച്ച് വെക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നൊരു തള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫാക്കാം. അപ്പോൾ തള വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ടും കറി കഴിക്കുക കേട്ടോ. ഇങ്ങനെയും കഴിക്കാൻ നല്ലതാണ്. ഞാൻ ചപ്പാത്തിയിലേക്കൊക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇട്ടാൽ മതി. എന്നിട്ടൊന്ന് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 അടി അടിക്കുമ്പോൾ തന്നെ അരഞ്ഞു വരും കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൂട്ടി അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതേ പാത്രം തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചതുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ആ മിക്സർ ജാറും കൂടിയും കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് കിടന്ന് തിളച്ച് വരട്ടെ. വേഗം തിളക്കും, 1-2 മിനിറ്റ് മതി, പെട്ടെന്ന് തിളച്ച് വരും. പിന്നെ കൂടുതൽ നേരം നമുക്ക് തിളപ്പിക്കാനൊന്നും ഇല്ല. നമ്മൾ ആദ്യം വേവിച്ചെടുത്ത സാധനങ്ങളാണല്ലോ, മസാലക്കുത്തൊക്കെ പോയതാണ്. അപ്പോൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള മുട്ടക്കറികളാണല്ലേ, മീൻ കറി വെക്കണ പോലെ വെക്കും, മസാലക്കറി പോലെ വെക്കും, അങ്ങനെ പല തരത്തിലുള്ള മുട്ടക്കറി ഉണ്ടല്ലോ. പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെയൊക്കെ നല്ല കറിവേപ്പിൻ്റെ ഇല ഇല്ല, അത് മുന്നേ വീട്ടിൽ പോയി വരുമ്പോൾ പൊട്ടിച്ച് കൊടുന്നതാണ്.
അപ്പോൾ നമ്മൾ അവിടെ ഉള്ളപ്പോൾ എപ്പോഴും മുറ്റത്ത് പോയി പൊട്ടിച്ചിട്ടിട്ടിട്ട് ഇപ്പോൾ നല്ല കറിവേപ്പിൻ്റെ എല്ലാം ഇല്ലാത്ത കാരണം കറിയിലിടാനേ തോന്നാറില്ല. ഇനി ഓരോ കോഴിമുട്ട എടുത്തിട്ട് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുക, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് മസാല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട, ഇല്ലാത്ത സമയത്താണ് എല്ലാം ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ, കറിവേപ്പൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം. അവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെയാണ്, പൊട്ടിക്കാൻ പോകാനുള്ളൊരു മടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കണം. അപ്പോൾ അങ്ങനെ തന്നെയാണല്ലേ നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഒന്നിനൊരു വില ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്, നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ വീണ്ടും നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ പാകമായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു നാളികേരപ്പാലുണ്ടല്ലോ, അപ്പോൾ ഒരൊറ്റ പാലായിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി, അപ്പോൾ അത്രയാണ് എടുത്തേക്കണത്. അതൊന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് പിന്നെ കുറച്ച് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് രാവിലെ എന്തെങ്കിലും ചായയുടെ കടിയിലേക്കുള്ള കറി ഉണ്ടാക്കിയാലാണ് ചെറിയൊരു സമാധാനം ഉണ്ടാവും. അത് കാരണം മാത്രം ഒഴിച്ച് കൊടുത്തതാണ്, ഒരു നിർബന്ധവും ഇല്ല. ഇതിൻ്റെ മീതൊക്കെ കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഒക്കെ കറിയിലൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും ഒരു രുചിയൊക്കെ ആണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ച് വെക്കുക. നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ മല്ലിയിലയും പിന്നെ ആദ്യത്തെ പാലൊക്കെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി എടുത്ത് നോക്കാം. ആ കറി കാണാൻ തന്നെ എന്തൊരു രസമാണല്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്, ഇന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് സാധനങ്ങൾ മതിയില്ലേ, പിന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ്. എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല കുറുകിയൊരു ചാറാണ്, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണില്ല നല്ല കുറുകിയൊരു ചാറാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോടും ഒന്ന് പറയണേ, അപ്പോഴല്ലേ നിങ്ങൾ ഉണ്ടാക്കിയെന്നും ഇഷ്ടമായി എന്നുള്ളതൊക്കെ എനിക്ക് അറിയുള്ളൂ. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും പറയണം കേട്ടോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇനി നൂൽപുട്ടിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു മുട്ടക്കറി. ഒരു കറി നൂൽപുട്ടിൽക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് പത്തിരി ആയാലും വെള്ളയപ്പായാലും എന്തിലേക്കും ഒരുപോലെ പോണൊരു കറിയാണ്. അധികം നാളികേരമൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. നാളികേരപ്പാൽ ഒഴിച്ച് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി എന്നുള്ളത്. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങാനായി. അപ്പോൾ നോമ്പിന് നമുക്ക് എളുപ്പത്തിൽ പണി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നോമ്പായാലും എനിക്ക് അധികം നേരം അടുക്കളയിൽ നിൽക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഖുർആൻ ഓതാനും കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ പണികളും കഴിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ എന്നെപ്പോലെ കിച്ചണിൽ അധികം നേരം നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് കാണിച്ചു തരാം. അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്കൊരു മാസത്തേക്ക് ഒരുക്കി വെക്കുകയാണെങ്കിൽ പിന്നെ 1 മണിക്കൂറൊന്നും കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇറങ്ങി വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയും നൂൽപുട്ടും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.